വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗം. ഇന്നിന്റെ സുവിശേഷത്തിൽ ഈശോ മിശിഹ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന രംഗമുണ്ട്. കുഷ്ഠരോഗി പറയുന്നു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനാവും. ഈ ഒരു വലിയ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ് ഈശോ മിശിഹ അവനെ സ്പർശിക്കുന്നു. തൽക്ഷണം അവൻ സുഖം പ്രാപിക്കുന്നു. നാമൊക്കെ ആയിരിക്കുന്ന ജീവിത ഇടങ്ങളിൽ സൗഖ്യപ്പെടേണ്ട മേഖല ഏതാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ക്രിസ്തു പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാവട്ടെ. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠമാണ് ഇന്ന് സുഖപ്പെടേണ്ടത്. അത് സുഖപ്പെടാത്തിടത്തോളം കാലം സ്പർശിക്കേണ്ടവരെ സ്പർശിക്കാതെയും പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാതെയും നാം ഓരോരുത്തരും ചുറ്റുവട്ടമുള്ള മനുഷ്യരിൽ നിന്നും സഹജീവികളിൽ നിന്നും ദൈവത്തിൽ നിന്നുമൊക്കെ അകന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ധ്യാനിക്കാം, എൻ്റെ മനസ്സ്, മനോഭാവങ്ങള്, ജീവിത ഇടങ്ങളൊക്കെ ഇന്ന് ശുദ്ധമാണോ? ദൈവം ഇന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ എത്രമാത്രം ഒരുക്കത്തോടു കൂടെയാണ് ഞാൻ ഇന്നാവുക? ഞാൻ ബാഹ്യമായ പുറമോടിയിലൊക്കെ ഒരുപാട് ശുദ്ധത കാണിക്കുമ്പോഴും എൻ്റെ ദൈവാലയ പ്രകടനങ്ങളൊക്കെ ഒരുപാട് ഭക്തിയുടേതായി മാറുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളില് എത്രമാത്രം നിർമ്മലത എനിക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? അപരന്റെ ഉയർച്ചയിൽ എനിക്ക് ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? അപരന്റെ വീഴ്ചയിൽ ഞാൻ സന്തോഷിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണോ? നമുക്ക് ധ്യാനിക്കാം, മനസ്സിന്റെ കോണുകളിൽ വിശുദ്ധിയോടുകൂടെ നിർമ്മലതയോടുകൂടെ ജീവിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, മനസ്സുണ്ടെങ്കിൽ, നീ മനസ്സാകുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടണമേ എന്ന് നമ്മുടെ ജീവിത മേഖലയെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഒരു ദിവസം അനുഗ്രഹമാക്കാനായിട്ട് പരിശ്രമിക്കാം. എല്ലാ രോഗബലഹീനതയിലേക്കും സൗഖ്യദായകനായ ഈശോയുടെ കരസ്പർശമുണ്ടാകുവാൻ, എവിടെയാണോ എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സ്പർശനമുണ്ടാവേണ്ടത് ആ ജീവിത മേഖലയിലേക്ക് ഈശോ മിശിഹായുടെ കരസ്പർശമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. അവൻ്റെ സാന്നിധ്യവും അവൻ്റെ സ്പർശനവുമൊക്കെ സൗഖ്യദായകമായിട്ട് മാറുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നിർമ്മലതയെ അനുസരിച്ച് മാത്രമായിരിക്കും. നമുക്ക് നിർമ്മലതയോടുകൂടെ പ്രാർത്ഥിക്കാം. എല്ലാ രോഗബലഹീനതയിലേക്കും സൗഖ്യമാകേണ്ട ഇടങ്ങളിലേക്കും മനസ്സിന്റെ മനോഭാവങ്ങളുടെ പാളിച്ചയിലേക്കുമൊക്കെ അവിടുത്തെ തിരുക്കരം നീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.